welcome back to my channel and I'm Nimisha Davies. അപ്പോൾ നമ്മൾ ഇന്ന് വന്നോക്കുന്ന ചെറിയൊരു ടോപ്പിക് ആയിട്ടാണ് എന്താണ് ബിഗ് ഡാറ്റ. വാട്ട് ഈസ് ബിഗ് ഡാറ്റ? നിങ്ങൾ ഡാറ്റ സയൻസ് പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഡാറ്റ അനലറ്റിക്സ് പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ബിഗ് ഡാറ്റ. വാട്ട് ഈസ് ബിഗ് ഡാറ്റ? അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ 1 സെക്കൻഡ്, നോട്ട് പാഡ് എടുക്കാം. ഓക്കെ, വാട്ട് ഈസ് ബിഗ് ഡാറ്റ? എന്താണ് ബിഗ് ഡാറ്റ? ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷനെ നമുക്ക് എന്താക്കാം? ഡാറ്റ എന്ന് പറയാം. ഡാറ്റ ഇസ് എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ. ठीक है. സോ അപ്പോൾ എന്തായിരിക്കും ബിഗ് ഡാറ്റ? ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്ക് ആണോ? അല്ല, ഇറ്റ്സ് ജസ്റ്റ് എ കൺസെപ്റ്റ്. ഒരു കൺസെപ്റ്റാണത്. നമുക്ക് വേണമെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം, അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഡാറ്റകളുടെ ഒരു കളക്ഷൻ, അല്ലെങ്കിൽ എന്ത് പറയാം, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ എന്ന് വേണമെങ്കിൽ ബിഗ് ഡാറ്റ എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ പല പല രീതിയിൽ നമുക്ക് ബിഗ് ഡാറ്റനെ ഡിഫൈൻ ചെയ്യാം. പക്ഷെ ഒരു പ്രോപ്പർ ഡെഫിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ ബിഗ് ഡാറ്റയ്ക്ക് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഉണ്ടാവാം. ഫസ്റ്റ് വൺ ആണ് ഹൈ വോളിയം, സെക്കൻഡ് വൺ ഹൈ വെലോസിറ്റി, ആൻഡ് തേർഡ് വൺ ഹൈ വെറൈറ്റി. ഓക്കെ, ഇങ്ങനെ 3 V's ആണ് ബിഗ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡാറ്റ എപ്പോഴാണ് ബിഗ് ഡാറ്റ ആവണത്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് ഹൈ വോളിയം, ഹൈ വെലോസിറ്റി ആൻഡ് ഹൈ വെറൈറ്റീസ് ഓഫ് ഇൻഫർമേഷൻ. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ബിഗ് ഡാറ്റ എന്ന് പറയുള്ളൂ. ഹൈ വോളിയം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഡാറ്റയുടെ സൈസ് ഓഫ് ദി ഡാറ്റ. സൈസ് എങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? ഏതൊക്കെ രീതിയിലായിരിക്കും നമുക്ക് സൈസ് റെപ്രസെന്റ് ചെയ്യുക? KB, പിന്നെന്താ MB, GB, TB, പിന്നെ ഏതൊക്കെ ഉണ്ടാവുക? PB, then EB, ZB, YB. ഇങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതൊക്കെ എന്താ വരുന്നത്? KB എന്താ? കിലോ ബൈറ്റ്. MB എന്താ? മെഗാബൈറ്റ്. ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്, എക്സാബൈറ്റ്, അയ്യോ ഈ വന്നില്ല ഇവിടെ. ഓക്കെ, എക്സാബൈറ്റ്, സെറ്റാബൈറ്റ് ആൻഡ് യൊറ്റാബൈറ്റ്. ഇതൊക്കെ എന്താണ്? ഡാറ്റയുടെ സൈസിനെ അല്ലെങ്കിൽ വോളിയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ഫോർമാറ്റുകളാണ്. ഓക്കെ, ആ പേരുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ചിലപ്പോൾ GB അല്ലെങ്കിൽ TB വരെ ചിലപ്പോൾ എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പെറ്റാബൈറ്റ്, എക്സാബൈറ്റ്, സെറ്റാബൈറ്റ്, യൊറ്റാബൈറ്റ്. ठीक है. ഓക്കെ, സോറി. യെസ്, അപ്പോൾ ഹൈ വോളിയം. അതേപോലെ തന്നെ അടുത്ത ഫീച്ചറാണ് എന്ത്? ഹൈ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം? ഹൗ ഫ്രീക്വൻ്റ്ലി ദ ഡാറ്റ ഈസ് ചേഞ്ചിങ്. ആ ഒരു ഡാറ്റയുടെ സ്പീഡ്, ഡാറ്റ ചേഞ്ച് ആവുന്ന സ്പീഡാണ് വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ വെറൈറ്റി എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് അതിലുണ്ടായിരിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാ? പല പല ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെ വരുന്നുണ്ടായിരിക്കാം? ഇമേജസ് ഉണ്ടായിരിക്കാം, വീഡിയോസ് ഉണ്ടായിരിക്കാം, ഓഡിയോസ് ഉണ്ടാവാം, പിന്നെന്താ ടെക്സ്റ്റ് ഉണ്ടാവാം, PDF ഉണ്ടാവാം, ഡോക്യുമെൻ്റ് ഉണ്ടാവാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡാറ്റാസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഡാറ്റ എപ്പോഴേ ബിഗ് ഡാറ്റ ആവാം? ഈ ഒരു 3 ഫീച്ചേഴ്സ് ഉണ്ടാവുമ്പോഴാണ് ഹൈ വോളിയം, ഹൈ വെലോസിറ്റി ആൻഡ് ഹൈ വെറൈറ്റി. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാസ് ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നേ? ഒരു മേജർ സോഴ്സ് ഏതാ ഡാറ്റയ്ക്ക്? ഇറ്റ്സ് ഒബിയസ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയാസിൽ ഞാനതൊന്ന് റിഫ്രഷ് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ ടൈമർ പോകുന്നുണ്ട് കേട്ടോ. ഈ 3 സെക്കൻഡിൽ 24, 30 ഇത്രയ്ക്കധികം യൂസേഴ്സ് ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഫേസ്ബുക്കിൽ തന്നെ ഇത്രയ്ക്ക് മൊബൈൽ യൂസേഴ്സ് ഉണ്ട്, ഇത്രയ്ക്ക് മെസ്സേജുകൾ പാസ്സാവുന്നുണ്ട്. ഓരോ സെക്കൻഡിൽ വരെ നടക്കുന്ന കാര്യമാണ്, റിയൽ ടൈം ആയിട്ട് നടക്കുന്ന ഒരു ഇതാണ് കേട്ടോ. coopofy.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. ഞാൻ വേണമെങ്കിൽ ഇത് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. കണ്ടോ, ഫേസ്ബുക്ക്, ട്വിറ്റർ,
യൂട്യൂബ്, ടംബ്ലർ, ഗൂഗിൾ പ്ലസ്, ഇൻസ്റ്റഗ്രാം, പിൻട്രസ്റ്റ്, റെഡിറ്റ്, ലിങ്ക്ഡിൻ. ഇതിലൊക്കെ എന്താണ് എത്രയോ മില്യൺ കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ സെക്കൻഡിൽ തന്നെ ക്രിയേറ്റ് ആവുന്നുണ്ട്, ഓരോ മെസ്സേജസുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് ബിഗ് ഡാറ്റയാണോ? അതെ, ഇത് ബിഗ് ഡാറ്റയാണ്. കാരണം എന്താ? ഇതിന് ഹൈ വോളിയം ഉണ്ട്, വെലോസിറ്റി ഉണ്ടോ? ഉണ്ട്, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന് ഹൈ വെലോസിറ്റി ഉണ്ട്, വെറൈറ്റി ഉണ്ടോ? ഉണ്ട്. ഇവിടെ എന്താ? ഇവിടെ ലിങ്ക് ആണ്, ഇവിടെ ഇമേജ് ആണ്. കണ്ടോ? ഓരോന്നിൽ ഓരോ ടൈപ്പ് ഓഫ് ഡാറ്റയാണ് വന്ന് നോക്കണത്. ഓക്കെ, അപ്പൊ എന്താണ്? ഇതിന് വെലോസിറ്റിയും വെറൈറ്റിയും വോളിയം ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഇതൊരു ബിഗ് ഡാറ്റയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു ഡാറ്റ എപ്പോഴാണ് ബിഗ് ഡാറ്റ ആവണത്? ഡാറ്റ എപ്പോഴാണ് ബിഗ് ഡാറ്റ ആവുക? ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോഴാണ്. വോളിയം, വെലോസിറ്റി ആൻഡ് വെറൈറ്റി. ഈ 3 കാര്യങ്ങൾ വരുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഡാറ്റയുടെ സോഴ്സ് ഏതായിരിക്കും? മെയിനായിട്ടും സോഷ്യൽ മീഡിയാസ് ആണ് ഇപ്പോൾ കൂടുതലും ഡാറ്റയുടെ സോഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ ആണ്. അതിന് പുറമെ ഒരുപാട് സോഴ്സുകൾ ഉണ്ടാവാം. ഓക്കെ, ഫൈൻ. ഇനി ബിഗ് ഡാറ്റ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം? ഹെൽത്ത് കെയറിൽ, ഫിനാൻസിൽ, റീറ്റെയിലിൽ, മാനുഫാക്ചറിങ്, ടെലികമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, മാർക്കറ്റ്, എനർജി, ഗവൺമെൻറ്, സ്പോർട്സ്, എല്ലായിടത്തും നമുക്ക് ബിഗ് ഡാറ്റനെ യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ ഓർത്ത് നോക്കണം കേട്ടോ. എല്ലാ ഇൻഡസ്ട്രിയിലും ബിഗ് ഡാറ്റ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസും യൂസേജസും ഈ ഓരോരോ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ടായിരിക്കും. ഹെൽത്ത് കെയറിലൊക്കെ എന്താണ്? പേഷ്യൻസിന്റെ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ്? ഔട്ട് ബ്രേക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാം. ഫിനാൻസിലൊക്കെ എങ്ങനെയാണ്? ട്രാൻസാക്ഷൻ നമുക്ക് എന്താ റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് എന്തെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാം. അങ്ങനെ ഓരോന്നിലും എന്താണ്? ബിഗ് ഡാറ്റ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. യൂസേജ് കൂടുതലാണ് ബിഗ് ഡാറ്റയുടെ. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, ബിഗ് ഡാറ്റനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റിൽ പോവാം. ഏറ്റവും ഫസ്റ്റ് എന്ത് ചെയ്യുക? നമ്മളുടെ താഴെ വരുമ്പോൾ പൈത്തൻ്റെ ട്യൂട്ടോറിയൽ ഉണ്ടായിരിക്കും. ഇതൊന്ന് വാച്ച് ചെയ്യാനായിട്ട് നോക്കാം, പൈത്തൺ തറോ ആക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇവിടെ വന്ന് SQL ലൈവ് ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. SQL വാച്ച് ചെയ്യാം. ദെൻ ഇവിടെ ഇപ്പം നംപൈയുടെ ട്യൂട്ടോറിയൽ ഓൺ ഗോയിങ് ആണ്, അത് വാച്ച് ചെയ്യുക. ദെൻ പവർ BI, പിന്നെ ഞാൻ ഓരോരോ ഇനി അപ്ലോഡ് ചെയ്യുന്ന പ്ലേലിസ്റ്റിൽ മൊത്തം ഡാറ്റ സയൻസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ പൈത്തൻ്റെ ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് സീരീസ്. കുറച്ചധികം പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. എന്നുവെച്ചാൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ നോക്കട്ടെ. എന്നുവെച്ചാൽ ഡാറ്റാ സയൻസിനോടൊപ്പം തന്നെ ഡാറ്റാ സയൻസിന് വേണ്ട പൈത്തൺ എന്ന രീതിയിൽ നമുക്കത് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് പൈത്തൺ ഉണ്ട്, കോർ പൈത്തൺ, അഡ്വാൻസ് പൈത്തൺ, അങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്തു. എന്നുവെച്ചാൽ ഡാറ്റാ സയൻസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ നോക്കട്ടെ, ഡാറ്റാ സയൻസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടുന്നുണ്ടോ നോക്കട്ടെ. കാരണം ഇപ്പോൾ ഓൾറെഡി നംപൈ ചെയ്യുന്നുണ്ട്, പവർ BI ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി ചെയ്യാനായിട്ട് ഇനിയും മൂന്നാമതൊരെണ്ണം കൂടി ചെയ്യാനായിട്ട് കുറച്ച് ടൈം കിട്ടിയെന്ന് വരത്തില്ല ചിലപ്പോൾ. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, so that's all for this video. Thank you. Have a nice day. Bye.